ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു കഫ്ത മാക്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയാലോ. ഈ ഒരു നൈറ്റ് എടുക്കാൻ അധികം പണിയൊന്നും ഇല്ലെന്നേ, സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാം. ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ചെയ്യും. എന്താ ഇതുപോലെ നമുക്കൊരു നാടൊക്കെ വെച്ച് കൊടുത്താൽ ലൂസ് വേണ്ടവർക്ക് ലൂസിലിടാം, ടൈറ്റാക്കി ഇടുന്നവർക്ക് ടൈറ്റിലും വേണമെങ്കിൽ ചെയ്യാം. ഇതേപോലത്തെ മാക്സി എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഞാനിവിടെ 3.5 മീറ്റർ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് മീറ്ററിന് 195 രൂപയാണ് ഇത് മീറ്ററിന് വരുന്നത്. ഇതിന് ലെങ്ത്ത് വരുന്നത് 60 ഇഞ്ചാണ്. അത്യാവശ്യം ഹൈറ്റുള്ളൊരു ആൾക്കാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മടക്കിയിട്ടുള്ളത് വീതിയാണ്. വീതി 44 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് ഇതിന് 40 ഇഞ്ച് വീതി മതി. അപ്പോൾ ഇതിനൊരു 4 ഇഞ്ച് വീതി ഞാൻ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുത്തു. ഒരു ഭാഗത്തുനിന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ട് മാറ്റി അതിൻ്റെ വീതി കുറച്ചു. എന്നിട്ട് ഇതേപോലെ ഈ 2 മടക്കാരിക്ക് വശം നമ്മളെ ഭാഗത്തേക്ക് വരുന്ന പോലെ ഇതുപോലെ മടക്കിയിട്ട് വെക്കുക. ഇതേപോലെ 4 മടക്കായിട്ട് ഉണ്ടാകും. മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അടുത്ത ഭാഗമുള്ള അരികുവശം 2 മടക്കാക്കിയിട്ട് ഇതേപോലെ മടക്കിയിടണം. നിങ്ങൾ നെക്ക് വെട്ടുമ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ 60 ഇഞ്ച് ലെങ്ത്ത് കൂടെ ഞാൻ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് 63 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വിടുത്താണ് നെക്കിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 6 ഇഞ്ച് ലെങ്ത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും 6 ഇഞ്ച് നമ്മൾ കൊടുത്തു. ബാക്കിൻ്റെ നെക്ക് 2.5 ഇഞ്ചും ബാക്ക് നെക്കും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. അതൊരു ബോക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ആദ്യം നമ്മൾ ബാക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ അത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിന് ശേഷം ബാക്ക് പീസ് അവിടെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിൽ ആ പീസിനെ മാത്രമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 1 ഇഞ്ച് അളവിലുള്ള വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിലിട്ടിട്ടില്ല. നെക്ക് പൈപ്പ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ്. നെക്ക് അടിച്ചതിന് ശേഷം നമ്മൾ അതിനെ 2 സൈഡും, അതായത് നമ്മൾ വീതി വെട്ടിയിരുന്നില്ല, 2 സൈഡും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ മടക്കി അടിച്ചു. അതിന് ശേഷം നല്ല വശമുള്ള ചീത്ത വശത്തേക്കാണ് ഇനിയുള്ള മാർക്ക് നമ്മൾ ചെയ്യുന്നത്. ചീത്ത വശത്ത് നിന്ന്, അതായത് മേലിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് 17 ഇഞ്ച്, നമുക്ക് എത്രയാണോ വേസ്റ്റിൻ്റെ അടുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്താണ് മാർക്ക് ചെയ്തത്. ഞാനിവിടെ 17 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും 5 ഇഞ്ച് വീതം അവിടെ മാർക്ക് ചെയ്യാം. ഈ സൈഡിലും 5 ഇഞ്ച്, അതിൻ്റെ വീതി 5 ഇഞ്ച്, ആ സൈഡിലും 5 ഇഞ്ച് വീതം നമ്മൾ 17 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ഭാഗത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 2 സൈഡിൽ മാർക്ക് ചെയ്ത് നമ്മൾ ആ പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ ഒരു ലൈനായിട്ടിട്ട് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ലൈന് ഇതേ അളവിൽ തന്നെ ലൈന് വരച്ചെടുക്കുക. ഇനി ഇതേപോലെ 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടു. എന്നിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുത്തിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ലൈനിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് ആ ലൈന് സെൻട്രലാക്കി വരുന്ന രൂപത്തിൽ വേണം. ലൈനിൻ്റെ അപ്പുറത്തേക്ക് 1/2 ഇഞ്ചും ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ചും വീതി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ തലക്കം തുടങ്ങിയിട്ട് ആ തല വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗത്ത് അതൊക്കെ ഈ ഭാഗത്ത് വരുമ്പോഴും ഇതേപോലെ തന്നെ ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക.
നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇതുപോലെയാണ് ഉണ്ടാകുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നാട, അതായത് നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെ ഒരു ടൈറ്റ് അയക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളി നമ്മൾ കോർത്തിടുന്നത്, അതിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തല്ല വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. എത്രയാണോ നമുക്ക് വിടുത്ത് വേണ്ടത്, അവിടെ ഞാനിവിടെ 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് 4 ഇഞ്ച് ഇപ്പുറത്തോട്ടേക്ക് വീതി മാർക്ക് ചെയ്യാം. ഈ 4 ഇഞ്ച് നമ്മളെ നൈറ്റീൻ്റെ അടിവശം വരെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിടുത്ത് മാർക്ക് ചെയ്തില്ല, വിടുത്തിൻ്റെ അവിടുന്ന് ഇതേപോലെ ചെറിയൊരു കർവ് രൂപത്തിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം ചെയ്യേണ്ടത് നല്ല വശത്താണ് ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. 2 വശത്തും അതേപോലെ ആ സൈഡിലും ഈ സൈഡിലും ഇതേപോലെ ചെയ്തെടുക്കുക. അത് അതുപോലെ ഉണ്ടാകും. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുക. അടിവശത്ത് ഞാൻ ചെറിയൊരു ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവരം വേണമെങ്കിൽ അതൊന്ന് ചെയ്യുക, അതല്ല ചെറിയൊരു ഓപ്പണിംഗ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 1 ഇഞ്ച് വീതിക്കുള്ളൊരു പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ബട്ടൺ ഹോള് തുന്നൂലേ, അത് നമ്മളവിടെ തുന്നി കൊടുക്കുക. ആ ഒരു തുമ്പൊന്നും പുറത്ത് പോരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആ ബട്ടൺ ഹോളിൻ്റെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സെൻറ്ററിൽ ഓപ്പൺ ഇട്ടിട്ടാണിത് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗത്താണിത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒരു നാടുണ്ടാക്കുക. നമ്മൾ ആ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുന്നില്ല, ആ പീസ് വെച്ചിട്ട് ഇതേപോലെ വീതി കുറഞ്ഞിട്ട് ഇതേപോലെ ഒരു കയറുണ്ടാക്കി എടുത്തിട്ട് നമ്മളിതിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഈ തലക്കന്ന് കയറ്റിയിട്ട് ആ തല വരെ കയറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ ഇപ്പോൾ ആ സൈഡിൽ നിന്ന് ഇതേപോലെ ഈ സൈഡിൽ കൂടി ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഷേപ്പിനനുസരിച്ച് നമുക്കിത് ചുരുക്കി കൊടുക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഈ കഫ്താൻ മാക്സി നടിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല, ആർക്കും തുടക്കക്കാർക്കൊക്കെ ചെയ്തെടുക്കാവുന്നൊരു വർക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് വെക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.